ഇപ്പൊ ടൈം 1:35. അതായത് ഉച്ചായിക്കണേ. രാവിലെ തൊട്ടിട്ട് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാത്തോണ്ട് തന്നെ ഉച്ചക്ക് ശേഷമുള്ള ടൈം കുറച്ച് പ്രൊഡക്റ്റീവ് ആക്കാ വിചാരിച്ച്. അപ്പൊ എന്നാല് വീഡിയോ കൂടെ എടുക്കാന്ന് വിചാരിച്ച്. അതാവുമ്പോ എനിക്കൊരു ഡബിൾ പ്രൊഡക്റ്റീവ് ആയിരിക്കും. പിന്നെ ഞാൻ എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ചൂടോട് കൂടിയിട്ട് ഒരു ചായ കോഫിക്ക് കുടിച്ചിട്ട് തുടങ്ങും. അതാവുമ്പോ എനർജി കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും. ഇപ്രാവശ്യം ഞാൻ ചൂടോട് കൂടിയിട്ട് ഒരു കോഫിക്ക് ഉണ്ടാക്കി കുടിച്ചിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത്. കുറച്ച് ദിവസമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ചെന്ന് പറയുമ്പോൾ വളരെ കുറച്ചാണ് കേട്ടോ. നമ്മളെ വാഷി ടാപ്പും പിന്നെ ജേർണൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാറ്റേൺ പേപ്പറും കുറച്ച് ഗ്ലൂ അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളാണ്. പക്ഷെ കടയിൽ ചെല്ലുമ്പോൾ അവിടെ കണ്ട വേറെ എന്തെങ്കിലും മേടിച്ചിട്ട് എന്താണ് മേടിക്കാൻ വന്നിനെന്ന് തന്നെ മറന്നു പോണ അവസ്ഥ ഉണ്ടാവലുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ എന്തൊക്കെ മേടിക്കേണ്ടി ഒരു ലിസ്റ്റ് ഒക്കെ ആക്കിയിട്ടാണ് കേട്ടോ പോണത്. അപ്പൊ ഞാൻ വിചാരിച്ച് ആദ്യം അവിടെ പോയിട്ട് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ചിട്ട് വരാന്ന്. എന്റെ ഒരു ഇതില് ഇതൊക്കെയാണ് കേട്ടോ പ്രൊഡക്റ്റീവ് എന്ന് പറയണത്. കാരണം ഒന്നും ചെയ്യാതെ പിന്നെ ചെയ്യാന്ന് വിചാരിച്ച് നിക്കണേക്കാട്ടിലും നല്ലതല്ലേ ഇങ്ങനെ ചെറിയ കാര്യങ്ങളെങ്കിലും ചെയ്യണത്. അപ്പൊ ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിന് കുറച്ച് സാധനങ്ങളൊക്കെ പോയിട്ട് മേടിച്ച്. ഈ ഒരു പേപ്പർ കുറെ ആൾക്കാർ ചോദിക്കലുണ്ട് എവിടുന്നാണ് എന്താണെന്നൊക്കെ. അപ്പൊ ഞാൻ രണ്ട് ഷോപ്പിൽ പോയിട്ടാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഷോപ്പ് പോകുമ്പോൾ മറ്റേ ഷോപ്പിൽ ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ രണ്ട് ഷോപ്പിൽ കയറി ഇറങ്ങി. ഇനി പിന്നെ ഞാൻ ഇതിന് മുന്നേ എടുത്തിട്ടുള്ള കുറച്ച് ബുക്സ് ഒക്കെ ലൈബ്രറിയിൽ ഒന്ന് കൊടുക്കണം. എന്നിട്ട് അവിടുന്ന് വേറെ കുറച്ച് ബുക്സ് എടുക്കണം. അപ്പൊ അതിനും വേണ്ടിയിട്ട് ലൈബ്രറിയിൽ കൂടെ ഒന്ന് പോവാ. പൊതുവേ ഞാൻ ബുക്ക് അങ്ങനെ മേടിക്കാറില്ല കേട്ടോ വായിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്നാണ് ഞാൻ കൂടുതലും ബുക്സ് എടുക്കല്. എന്നിട്ട് വായിക്കും. ഇതാവുമ്പോൾ മന്ത്ലി ഒരു ചെറിയ ഫീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇപ്രാവശ്യം ഞാൻ ഈ ഒരു 3 ബുക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മൂന്നും നോവൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എന്തൊക്കെ മേടിച്ചത് നോക്കാട്ടോ. ഞാൻ കാര്യമായിട്ട് കുറേ സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. കാരണം ഒരു 2 വീക്ക് മുന്നേ കൂടെ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇനി അപ്പൊ ഇപ്രാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇതേപോലെ 10ന്റെ 2 വാഷി ടാപ്പ് മേടിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ആദ്യത്തെ വാഷി ടാപ്പ് എന്ന് പറഞ്ഞാല് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറെ ഐസ്ക്രീമും കേക്കൊക്കെ വന്നിട്ടുള്ള ഒരു വാഷി ടാപ്പാണ്. രണ്ടാമത്തെ വാഷി ടാപ്പ് എന്ന് പറഞ്ഞാല് ഇതേപോലെ ഒരു പിങ്ക് കളറിലെ ഒരു പാറ്റേൺ വരുന്ന ഒരു വാഷി ടാപ്പാണ് കേട്ടോ. പിന്നെ ജേർണൽ ചെയ്യാനും ഫോട്ടോ ഫ്രെയിം സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇതേപോലെ ഞാൻ കുറച്ച് പേപ്പർ മേടിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു പേപ്പറിന്റെ പേരെന്താണ്, ഇത് എവിടെ മേടിക്കാൻ കിട്ടും എന്നൊക്കെ കുറെ ആൾക്കാർ ഇൻസ്റ്റയിലൊക്കെ DM ചെയ്തിട്ട് ചോദിക്കലുണ്ട്. ഇനി അപ്പൊ പേര് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാട്ടോ. ഈ ഒരു പേപ്പറിന് ഒന്നിന് 3 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തതിന് ആയിട്ടുണ്ടായിരുന്നത് 2 രൂപയുള്ളൂ. പക്ഷെ അതിനെക്കാട്ടിലും കുറച്ചും കൂടി വലുപ്പവും തിക്കൊക്കെ ഈ ഒരു പേപ്പർ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ഫെവിക്കോളും ഒരു ഗ്ലൂ സ്റ്റിക്കും കൂടിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് അത്രയൊക്കെ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കിനും ഒരു 1 വീക്ക് മുന്നേ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിന് ഡോംസിന്റെ പേസ്റ്റൽ കളറിൽ വരുന്ന ബ്രഷ് പെന്നും കൂടി എത്തിയിട്ടുണ്ടേനി. എന്തായാലും നിങ്ങൾക്കും കൂടി ഇതൊന്ന് ഞാൻ അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് നാട്ടിലുള്ള ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടുമെങ്കിലും 200 രൂപയാണ് പ്രൈസ് വരുന്നത്. ഫ്ലിപ്പില് 150 രൂപക്ക് കണ്ടപ്പോ അങ്ങനെ ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചതാണ്. അപ്പൊ 157 രൂപക്കാണ് കേട്ടോ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് കവായി ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കണം എന്നാണ് പ്ലാൻ. അപ്പൊ അടുത്ത വീഡിയോയിൽ അത് കാണാട്ടോ. അപ്പൊ ഒന്നും ചെയ്യാതിരിക്കണേക്കാട്ടിലും നല്ലതല്ലേ എന്തേലൊക്കെ ചെയ്യണത്. അതല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ തോന്നും ഇന്നത്തെ ഡേയും വേസ്റ്റ് ആയല്ലോ, പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ. പിന്നെ വീഡിയോ കൂടെ എടുക്കണോണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും കുറച്ചെങ്കിലും കാര്യങ്ങളും കൂടി ചെയ്യണത് കേട്ടോ. അപ്പൊ അങ്ങനെ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ബുക്കൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോ ഞാനൊരു ചായയും കൂടി ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടേനി. എന്തായാലും വീഡിയോ എടുക്കല്ലേ, അപ്പൊ ഞാൻ ഈ ഒരു ബുക്കില് ഒരു ജേർണൽ കൂടി ചെയ്യാന്ന് വിചാരിച്ച്. ഞാൻ അങ്ങനെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ജേർണലിംഗ് ഒന്നും അത്ര കണ്ട് ചെയ്യലില്ല കേട്ടോ. കൂടുതലും വീഡിയോ പർപ്പസിനും വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓരോ ജേർണലൊക്കെ ചെയ്യലുള്ളത്. പക്ഷെ ഇന്നത്തെ ഈ ഒരു മിനി വ്ളോഗ് റിലേറ്റഡ് ആയിട്ട് ഒരു ജേർണലിംഗ് ചെയ്യാന്ന് വിചാരിച്ച്.
ഇതിങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ കുറച്ച് ടാസ്ക് ആണെന്നുണ്ടെങ്കിലും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഫൈനൽ ലുക്ക് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒരു മിനിമൽ രീതിയിൽ ഒരു സിമ്പിൾ ജേണൽ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.